90% പൊള്ളലേറ്റ് മരണത്തെ മുഖാമുഖം കണ്ട 2 വയസ്സുകാരന് പാലാ മാർസിലിവ മെഡിസിറ്റിയിൽ പുനർജന്മം. 4 മാസത്തെ നിരന്തര പരിചരണമാണ് ഇടുക്കി വണ്ടൻമേട് സ്വദേശിയായ 2 വയസ്സുകാരനെ വീണ്ടും കളിച്ചിരികളുടെ ലോകത്തേക്ക് തിരികെ എത്തിച്ചത്. 4 മാസം മുൻപ് വീട്ടിൽ തിളപ്പിച്ച വെള്ളത്തിൽ വീണാണ് 2 വയസ്സുകാരന് അപകടമുണ്ടായത്. തല മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗം പൂർണ്ണമായി പൊള്ളി. മുഖത്തും വായിലും അതീവ ഗുരുതരമായി പൊള്ളലേറ്റ് വൃക്കകളും തകരാറിലായ നിലയിലാണ് അതീവ ഗുരുതരാവസ്ഥയിൽ കുഞ്ഞിനെ പാലാ മാർസിലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചത്. എമർജൻസി വിഭാഗത്തിൽ നിന്ന് പീഡിയാട്രിക് ICUവിലും തുടർന്ന് ബേൺ ICUവിലുമാക്കി. ആഴ്ചകളോളം വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അതിസങ്കീർണമായ ചികിത്സകളുടെയും ശസ്ത്രക്രിയകളുടെയും പരമ്പരകൾ. ഇടയ്ക്ക് പലപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലെത്തി. എങ്കിലും വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജീവനക്കാരുടെയും പരിചരണം അവനെ സാധാരണ നിലയിലേക്ക് എത്തിച്ചു. പൂർണ്ണമായും പൊള്ളലേറ്റ് ആരുടെയും നെഞ്ചിരുകുന്ന കാഴ്ചയിൽ നിന്ന് അവൻ കണ്ണു തുറന്നു ചിരിച്ചു. കംപ്ലീറ്റ് സ്കിന്ന് ഫുൾ ഡെപ്തിൽ പോയതാണ്. നമ്മൾ ആ സ്കിന്നെല്ലാം എടുത്തു കളഞ്ഞ് ഇപ്പോൾ അമ്മയുടെ സ്കിന്നാണ് കൊച്ചിൻ്റെ ശരീരത്തിലുള്ളത്. ഭൂരിഭാഗവും ഒരു ചെറിയ ഏരിയ മാത്രമേ ഉള്ളൂ കൊച്ചിൻ്റെ തന്നെ ശരീരത്തിൽ നിന്ന് നമ്മൾ വെച്ച ഭാഗം. വൃക്കകളുടെ പ്രവർത്തനം സാധാരണഗതിയിലായി. അത്യാധുനിക വെന്റിലേറ്റർ സംവിധാനം ക്രമീകരിച്ചാണ് കുഞ്ഞിൻ്റെ ശ്വസനം നിയന്ത്രിച്ചത്. ശ്വാസതടസ്സം ഒഴിവാക്കാനായി 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ട്രക്കിയോസ്റ്റമിയും വേണ്ടിവന്നു. 35 ദിവസത്തിന് ശേഷമാണ് കുഞ്ഞിനെ വെന്റിലേറ്റർ സഹായത്തിൽ നിന്ന് മാറ്റിയത്. ഓരോ ദിവസങ്ങളിൽ ഓരോ ആഴ്ചകളിൽ വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്നുള്ളത് മുൻകൂട്ടി ഡിസ്കസ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാനിങ്, അത് ആൻറ്റിസിപ്പേഷൻ ആൻഡ് പ്ലാനിങ് എന്ന് പറയും. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തായിരുന്നു. ശരീരം സാധാരണ നിലയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് വിഭാഗമാണ് ഏറ്റെടുത്തത്. വൈദ്യശാസ്ത്രത്തിൻ്റെ മികവും ദൈവാനുഗ്രഹവുമാണ് കുരുന്നിനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചതെന്ന് മാർസിലിവ മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ ഫാദർ മാത്യു തെക്കേൽ പറഞ്ഞു. പുതുജീവിതത്തിലേക്ക് മടങ്ങിയ 2 വയസ്സുകാരന് മധുരം പങ്കുവച്ചും കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും നൽകിയുമാണ് ആശുപത്രി യാത്രയാക്കിയത്. മാതൃഭൂമി ന്യൂസ്